നമസ്കാരം. ന്യൂസ് സർവേ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യം കോൻ ബനേഗ ക്രോർപതി എന്ന ചോദ്യം പോലെ ആണ് എന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. എന്തുകൊണ്ട് മല്ലികാർജുൻ ഖാർഗെക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയാൻ പറ്റാത്തത്? കാരണം ഖാർഗെയ്ക്കറിയാം, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അപ്പോൾ തന്നെ ഈ സഖ്യം പൂട്ടിക്കെട്ടും. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയേക്കാൾ മുന്നേ ഞാനാണ് മികച്ചവൻ എന്നും പറഞ്ഞ് നിൽക്കുന്ന ഖാർഗെ, അരവിന്ദ് കെജ്രിവാൾ, സ്റ്റാലിൻ, മമത, ശരത് പവാർ, സൈക്കിളും ചവിട്ടി അഖിലേഷ് യാദവ്, കാലിത്തീറ്റ കുംഭകോണ കേസിൽ തീഹാർ ജയിലിൽ കിടന്ന് ഗോതമുണ്ട നിന്ന ലാലു പ്രസാദ്, ഇവരെല്ലാം പറയുന്നത് തങ്ങളെല്ലാം കേമന്മാർ ആണെന്നാണ്. ഇവരെ ഇത്രയും പേരെ പ്രധാനമന്ത്രിമാരായി താങ്ങാനുള്ള ശേഷി ഭാരതത്തിലെ വോട്ടർമാർക്ക് ഇല്ലാത്തതുകൊണ്ട് അവർ 6 ഘട്ടങ്ങളിലായി നടന്ന വിധിയെഴുത്തിൽ BJPക്ക് വലിയ ഭൂരിപക്ഷം കൊടുത്തു കഴിഞ്ഞു. ഇനി നടക്കാനുള്ള 7ാം ഘട്ടവും കൂടി കഴിഞ്ഞ് ജൂൺ 4-ന് റിസൾട്ട് വരുമ്പോൾ 2014-ലും 2019-ലും 2024-ലും നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച BJP നയിക്കുന്ന NDA സർക്കാർ വളരെ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ എത്തും ഭാരതത്തിൽ.